Hello everyone, I am Prakash, the Continuous Career Education Faculty. Prepwise HSEE series le pudhiyoru video ilekku ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന്. അതെ, HSEE സിലബസ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം, ഇവിടെയൊക്കെ നമുക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോർഷൻസ്, അതായത് സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള HSEE IIT Madras തന്നെ കൊടുത്തിട്ടുള്ള ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. HSEEയുടെ എക്സാം പാറ്റേൺ ഞാൻ വിശദമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വരും വീഡിയോസിൽ. ഇപ്പം തൽക്കാലത്തേക്ക് വളരെ ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. HSEE 2022 രണ്ട് പാർട്സ് ആണ് ഉണ്ടാവുക, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഈ പാർട്ട് 1ൽ ഉൾപ്പെടുന്നത് ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അനലറ്റിക്കൽ എബിലിറ്റി, അതുപോലെ ജനറൽ സ്റ്റഡീസ് എന്നുള്ള 3 ഭാഗങ്ങളാണ് പാർട്ട് 1ൽ ഉണ്ടാവുക. പാർട്ട് 2ൽ ഉണ്ടാവുക ഒരു എസ്സേ റൈറ്റിംഗ് ആണ്. നിങ്ങൾ 350 വേർഡ്സിൽ ഒരു എസ്സേ 30 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ വഴിയേ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് സിലബസ് ആണ്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാം. HSEE 2022ന്റെ മാർക്ക് അലൊക്കേഷൻ ഇതുവരെ IIT മദ്രാസ് പുറത്തു വിട്ടിട്ടില്ല. അത് വരുമ്പോൾ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ മാർക്സ് ഞാൻ പറയുന്നതായിരിക്കില്ല, പക്ഷേ എവിടെ നിന്നൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഭാഗം, അതായത് ഈ ടോട്ടൽ മാർക്സിൻ്റെ എത്രത്തോളം വരും ഈ പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസും അവർ പറയുന്നുണ്ട്. ആ ഒരു കണക്ക് വെച്ചിട്ടായിരിക്കും ഞാനിവിടെ പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് പറയുമ്പോൾ ഇംഗ്ലീഷ് പാർട്ട് 1ന്റെ 25% ഇംഗ്ലീഷ് ആയിരിക്കും. അതായത് 4-1 മാർക്ക് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാമെന്ന് ചുരുക്കാം. പാർട്ട് 1ന്റെ 4-1 മാർക്സ് സ്കോർ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ ഗ്രാമറും വൊക്കാബുലറിയും ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ പാസേജിന് ഉത്തരം എഴുതുക. ഗ്രാമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ടെൻസസ്, വേർബ്സ്, അതുപോലെ സ്ട്രക്ചർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ വക കാര്യങ്ങളാണ് ഗ്രാമറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. മൂന്നാമത്തെ പാർട്ട് വൊക്കാബുലറി ആണ്. അതിൽ നിങ്ങൾക്ക് ഈ വേർഡിന്റെ മീനിങ്സ് അറിയോ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് അറിയോ, ഈ വക കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും വൊക്കാബുലറി. സോ ഇത് മൂന്നുമാണ് ഇംഗ്ലീഷ് പാർട്ട് 1ൽ ഇംഗ്ലീഷിൽ വരിക. ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25% മാർക്ക് ആ പാർട്ട് 1ൻ്റെത് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ പാർട്ട് 1ലെ ആ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് അനലറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആണ്. സോ ഇംഗ്ലീഷിലെ പാർട്ട് 1ന്റെ 25% മാർക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 25% മാർക്സ് വരുന്നതാണ് അനലറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന സെക്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് അസ്യൂം ചെയ്യുക 100 മാർക്സ് ആണ് ഇപ്പോൾ പാർട്ട് 1ലുള്ളതെങ്കിൽ 25 മാർക്സ് ഇംഗ്ലീഷിനും അതുപോലെ തന്നെ 25 മാർക്സ് തന്നെ അനലറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി സെക്ഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷനിലൂടെ അവർ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അനലറ്റിക്കൽ സ്കിൽസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസും ആണ്. അപ്പോൾ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്യാൻ കുറേ ഏരിയാസ് അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറേ ഏരിയാസ് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവർ കൊടുക്കും. അത് നമ്പേഴ്സ്, ആൽജിബ്ര, HCF, LCM ഇങ്ങനെയുള്ള മാത്സ് അല്ലാതെ ആവറേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജസ് ഇങ്ങനത്തെ കുറേ ഏരിയാസും ഈ ഒരു സെക്ഷനിൽ കവറായി പോകുന്നുണ്ട്. സോ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ഈ ഒരു 25% നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിൻ്റെ ഒപ്പം വേറെ കുറച്ച് ഏരിയാസ് കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടും ലോജിക്കൽ റീസണിങ്, ബ്രെയിൻ ടീസേഴ്സ് ആൻഡ് പാറ്റേൺസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പാറ്റേൺസ് ഒക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ മാത്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ടാമത്തെ ഏരിയ അത്യാവശ്യം എളുപ്പമുള്ള ഒരു സെക്ഷനാണ് അനലറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ. സോ ഈ ഒരു ഏരിയാസ് നിങ്ങൾ വൃത്തിക്ക് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 25%ലും നല്ലൊരു ശതമാനം മാർക്ക്, ഇംഗ്ലീഷിൽ വേണം നിങ്ങൾക്ക് ഫുള്ള് തന്നെ അടിക്കാം. ഇതിൽ ഫുള്ള് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് അത്യാവശ്യം പ്രിപ്പയർഡ് ആണെങ്കിൽ, അത്യാവശ്യമല്ല നല്ലപോലെ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനാവും. അങ്ങനെ ഇംഗ്ലീഷും അനലറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും കഴിഞ്ഞ് ബാക്കിയുള്ള 50% മൊത്തം ഈ ഒരു ജനറൽ സ്റ്റഡീസിലാണ് കവർ ആവുന്നത്. ഈ ജനറൽ സ്റ്റഡീസിന് 4 പാർട്സ് ഉണ്ട്. 4 പാർട്സിലായിട്ടാണ് ബാക്കിയുള്ള 50%. അപ്പോൾ 100 അസ്യൂം ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതിൽ 25 ഇംഗ്ലീഷിന് പോയി, 25 അനലറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിക്ക് പോയി, ബാക്കിയുള്ള 50 മാർക്സ് ജനറൽ സ്റ്റഡീസ് ആണ്. ഈ 50 മാർക്സ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലുള്ളത് ഫസ്റ്റ് സെക്ഷനാണ് ഇന്ത്യൻ എക്കണോമി. ഈ ഇന്ത്യൻ എക്കണോമി എന്നുള്ള ഈ സെക്ഷനിൽ അവർ കൂടുതലും ചോദിക്കുന്ന ഏരിയാസ് ഈ ഇന്ത്യയിലെ ഡെവലപ്മെന്റ്, ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരുമ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും ഇന്ത്യൻ എക്കണോമി. അതിലെ ചില ഏരിയാസ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ എക്കണോമി, സ്കാർസിറ്റി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, റിസോഴ്സ് അലൊക്കേഷൻ. ഇതൊക്കെ നമ്മൾ +1 +2 കവർ ചെയ്യുന്നതാണ് NCET ടെക്സ്റ്റുകളിൽ. സോ അത് വരുന്നുണ്ട്. പോരാത്തതിന് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി, നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, പോപ്പുലേഷൻ സൈസ് ആൻഡ് കമ്പോസിഷൻ, അങ്ങനെ കുറച്ച് ഡെമോഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് മേജർ എക്കണോമിക് പ്രോബ്ലംസ്. ഈ ഏരിയ കുറച്ച് കാര്യമായിട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ അവിടെ ചെന്നാലും പഠിക്കുന്ന ഒരു സബ്ജക്റ്റുമായിട്ട്, ഡെവലപ്മെന്റൽ സ്റ്റഡീസുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ഏരിയ ആണിത്. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇനീക്വാലിറ്റീസ്, ഇത് സംബന്ധിച്ചുള്ള കോൺസെപ്റ്റ്സും ഇതിന്റെ ചില മെഷർമെന്റ്സ്, അതായത് ഇതെങ്ങനെ അളക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ
കവർ ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടുള്ളൂ. ഈ ഏരിയ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അടുത്ത ഏരിയ ആണ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എങ്ങനെ വളരുന്നു, അതുപോലെ ഡെവലപ്മെന്റ് എന്തൊക്കെ മീൻ ചെയ്യുന്നു, എന്തൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് ഡെവലപ്മെന്റിന്, ആ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോവുക. അവിടുന്ന് അത്യാവശ്യം ഏരിയാസ് ഉണ്ടാവും. അതായത് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് വരുമ്പോൾ ഉള്ള പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു പോവുക. പിന്നെ മേജർ ഒരു ഏരിയ സെക്ടോറൽ ഡെവലപ്മെന്റ്. ഗ്രീൻ റവല്യൂഷൻ പോലെ ഒരു പ്രത്യേക സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ ആ നാട്ടിലെ ആൾക്കാരെ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ കവർ ചെയ്തു പോകുന്ന ഒരു സെക്ഷൻ. സോ ഇതും കവർ ചെയ്യുക. ഇവിടുന്ന് എല്ലാ വട്ടവും തന്നെ എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഗ്രീൻ റവല്യൂഷനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഒരുവിധ എൻട്രൻസുകളിലെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് അതും ആ ഒരു ഏരിയയും നല്ലപോലെ കവർ ചെയ്തിട്ട് മാത്രം എക്സാമിന് പോവുക. ഈ പറഞ്ഞതല്ലാതെ വരുന്ന 2 ഏരിയ ആണ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിയും അതുപോലെ തന്നെ മണി, ബാങ്കിങ് ആൻഡ് പബ്ലിക് ഫൈനാൻസും. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. സോ പോകുമ്പോൾ ഈ ഏരിയാസും കവർ ചെയ്തിട്ട് മാത്രം പോവുക. അപ്പോൾ ജനറൽ സ്റ്റഡീസിലെ ഇന്ത്യൻ എക്കണോമി പാർട്ടിൽ ഈ വക ഏരിയാസ് ഒക്കെയാണ് കവർ ചെയ്യാനുള്ളത്. ഞാനിതൊക്കെ വളരെ ബ്രീഫായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് NCERT ടെക്സ്റ്റുകളിൽ നിന്നും അതുപോലെ മറ്റ് സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. സോ അതൊക്കെ വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ജനറൽ സ്റ്റഡീസിലെ 2ാമത്തെ സെക്ഷനാണ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഈ ഒരു സെക്ഷൻ കവർ ചെയ്യുന്നത് കൂടുതലും സോഷ്യോളജിയാണ്. സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് അത് പറയുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, കാസ്റ്റ്, ക്ലാസ് ആൻഡ് ട്രൈബ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മാരേജ്, ഫാമിലി ആൻഡ് കിൻഷിപ്പ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. പോരാത്തതിന് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ, അത് കൂടുതലും കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. സംസ്കൃതൈസേഷൻ, മോഡേണൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, ഈ കാര്യങ്ങൾ, സോഷ്യൽ മൂവ്മെന്റ്സ്, ഇതൊക്കെ കൃത്യമായി പഠിച്ചിട്ട് പോവുക. കാരണം ഇതൊക്കെ ഷുവർ ആയിട്ടും ചോദിക്കുന്ന കോൺസെപ്റ്റ്സ് തന്നെയാണ്. എല്ലാ വട്ടവും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സോഷ്യോളജിയിലെ ഈ കോൺസെപ്റ്റ്. സോ ഇതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. പിന്നെ സോഷ്യൽ ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ മിഡീവൽ ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. അതിൽ ഡൽഹി സുൽത്താനേറ്റ് ആൻഡ് മുഗളർ കുറച്ച് ഹിസ്റ്ററി, അതുപോലെ സോഷ്യൽ റീഫോം എങ്ങനെ വന്നു, കുറേ സമാജ്, അതായത് ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, ഈ ഓർഗനൈസേഷൻസിനെ പറ്റിയൊക്കെ കൃത്യമായി പഠിക്കുക. ഇത് കൂടാതെ ഇന്ത്യൻ ഫിലോസഫി ആൻഡ് തിങ്കേഴ്സ്, അതായത് കുറെ സെക്റ്റുകൾ ഉണ്ട്. ജൈനിസം, ബുദ്ധിസം, ഓർത്തഡോക്സ് സിസ്റ്റം, സിഖിസം, സൂഫിസം, ഇവിടെ ഉണ്ടായിരുന്നതും ഇവിടേക്ക് എത്തിയതുമായിട്ടുള്ള കുറെ കൾച്ചേഴ്സ്, അതുപോലെ അതിന്റെ തിങ്കേഴ്സ്, ഗാന്ധി, സ്വാമി വിവേകാനന്ദ, രവീന്ദ്രനാഥ് ടാഗോർ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അപ്പോൾ ഇവർ തിങ്കേഴ്സ് ആയിട്ട് എന്തൊക്കെയാണ് ഇവർ സൊസൈറ്റിക്ക് കൊടുത്തത്, സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റി, അവരുടെ ഐഡിയോളജി എന്തായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യണം. കവർ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു 50%-ൽ ഒരു 10-12 മാർക്ക്, ഇപ്പം 100 പറയുകയാണെങ്കിൽ 50-ൽ 4 സെക്ഷനാണിത്. ആ ഒരു 12 മാർക്ക് 13 മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്താലേ സാധിക്കും. ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിലെ അവസാന പാർട്ടാണ് ഇന്ത്യൻ ട്രഡീഷൻസ് ആൻഡ് നോളജ് സിസ്റ്റംസ്. നമ്മുടെ ഡാൻസ്, ആർക്കിടെക്ചർ, എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ, അത് ഇന്ത്യയുടെ തനതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു സെക്ഷൻ. ഇവിടെ ചോദ്യങ്ങൾ കുറവാണ് ഉണ്ടാവാറ്, എങ്കിൽ പോലും കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കും. ഇനി വരുന്നത് സെക്ഷൻ സി ആണ്. ജനറൽ സ്റ്റഡീസിലെ 4 സെക്ഷനിൽ 3ാമത്തെ സെക്ഷൻ അഥവാ വേൾഡ് അഫയേഴ്സ്. പേര് പോലെ തന്നെ സംഭവം കുറച്ച് ഇന്റർനാഷണൽ ആണ്. ഓർഗനൈസേഷൻസ് അറൌണ്ട് ദ വേൾഡ്, സാർക്ക്, UN, ASEAN, ഇതുപോലത്തെ ഓർഗനൈസേഷൻസ്, ഇതുപോലത്തെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോക്കി വെക്കുക. കാരണം ഇതും ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ പറ്റി എല്ലാ വട്ടവും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷൻസിനെ പറ്റി ഒരു ബേസിക് ധാരണ ഉണ്ടാക്കി വെക്കുക. ഇതല്ലാതെ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ എമർജൻസ് ഓഫ് US ആൻഡ് USSR, എങ്ങനെ USSR ഇപ്പോഴത്തെ റഷ്യ ആയി, അല്ലെങ്കിൽ എങ്ങനെ USSR ആയി, അതുപോലെ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എമർജൻസ് ഓഫ് UN, എമർജൻസ് ഓഫ് USSR, എമർജൻസ് ഓഫ് കമ്മ്യൂണിസം, ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു സെക്ഷനിൽ സ്കോർ ചെയ്യണമെങ്കിൽ. ഈ 2 ഏരിയാസ് അല്ലാതെ വേറൊരു ഏരിയ വരുന്നത് ഇതാണ്: ഹങ്കർ ആൻഡ് പോവർട്ടി, ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്, മൈനോറിറ്റി പൊളിറ്റിക്സ്, മാസ് മീഡിയ ആൻഡ് കൾച്ചറൽ ചേഞ്ച്, എമർജൻസ് ഓഫ് വേരിയസ് പോപ്പുലർ മാസ് മൂവ്മെന്റ്സ്. ഇങ്ങനെ കുറച്ച് അവിടെയും ഇവിടെ ചെതറിക്കിടക്കുന്ന ചില ഏരിയാസ് ഇതിൽ ഒരുമിച്ച് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. മൊത്തം മാർക്ക് വാങ്ങണം, ഫുൾ മാർക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ. സോ നല്ലപോലെ മാർക്ക് വാങ്ങണം എന്നുള്ളവർ ഒരിക്കലും ഈ സെക്ഷൻ ഒഴിച്ചുവിടാൻ പാടില്ല. അതായത് നിങ്ങൾ ആരും തന്നെ ഈ സെക്ഷൻ ഒഴിച്ചുവിടാൻ പാടില്ല. എല്ലാവർക്കും ഫുൾ മാർക്സ് കിട്ടില്ലായിരിക്കും, പക്ഷേ എല്ലാവരുടെയും എയിം ഫുൾ മാർക്സ് തന്നെയായിരിക്കണം. സോ ഈ ഒരു ഏരിയ നല്ലപോലെ കവർ ചെയ്തു പോവുക. അങ്ങനെ 3ാമത്തെ വേൾഡ് അഫയേഴ്സിലെ ഈ ഒരു ടോപ്പിക് കൂടെ കഴിയുമ്പം 3ാമത്തെ ആ ഒരു ഏരിയയും കവറായി. ഇനി 4ാമത് വരുന്ന സെക്ഷനാണ് എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി. ഇതാണ് നമ്മുടെ 4ാമത്തെ സെക്ഷൻ. ഈ 4ാമത്തെ സെക്ഷനിൽ കുറച്ച് ബയോളജി അതുപോലെ തന്നെ ജോഗ്രഫിയാണ് കവർ ചെയ്യപ്പെടുന്നത്. ഗ്ലോബലി എന്താണ് എൻവയോൺമെന്റിന്റെ അവസ്ഥ, എന്താണ് പോപ്പുലേഷന്റെ അവസ്ഥ, അതുപോലെ തന്നെ സോയിലും അറ്റ്മോസ്ഫിയറിക് ചേഞ്ചും ഒക്കെ ഓരോ ഭാഗത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഉള്ളത് ഈക്കോസിസ്റ്റംസ് ആണ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്,
അതുപോലെ ഫീഡിങ് ആൻഡ് നോൺ ഫീഡിങ് റിലേഷൻഷിപ്സ്, അങ്ങനെ ബയോളജിക്കലായിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് അവിടെ കവർ ചെയ്യപ്പെടുന്നത്. പിന്നെ വരുന്നുണ്ട് പ്രധാന കക്ഷി പൊല്യൂഷൻ. എന്താണ് പൊല്യൂഷൻ, എങ്ങനെ പൊല്യൂഷൻ ഉണ്ടാവുന്നു, പൊല്യൂഷന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, കൺട്രോൾ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതുപോലെ ഇന്റർ പൊല്യൂട്ടൻസ് എന്താണ്, ഗ്ലോബൽ വാർമിംഗ്, ഇന്റർനാഷണൽ ട്രീറ്റീസ്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു പൊളിറ്റിക്കൽ ഡിസ്കഷന്റെ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് എന്തിന്, HSEE ക്ലിയർ ചെയ്യണമെങ്കിൽ. സോ അതൊന്നും നോക്കാതെ നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സോളാർ എനർജി, ഹൈഡ്രോ പവർ. അപ്പോൾ നിങ്ങൾക്കറിയാം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, ഒരിക്കലും തീർന്നു പോകാത്ത എന്നും ഉണ്ടാവും എന്ന് ഉറപ്പുള്ള എന്നാൽ പൊല്യൂഷൻ ഏറ്റവും കുറച്ചുണ്ടാക്കുന്ന എനർജിയെ പറ്റിയുള്ള വേരിയസ് ഫോംസ് ആണ് ഹൈഡ്രോ പവർ, വിൻഡ് പവർ, സോളാർ എനർജി. അതെല്ലാം കവർ ചെയ്ത് പോകുക. അതിനെ ഉണ്ടായിട്ടുള്ള മേജർ ഇൻ്റർവെൻഷൻസ്, ആ കാര്യങ്ങൾ എല്ലാം കവർ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു സെക്ഷനിൽ ഫുൾ മാർക്സ് കാണണമെങ്കിൽ. അങ്ങനെ ജനറൽ സ്റ്റഡീസിലെ നാലാം പാർട്ടായിട്ടുള്ള എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിയിൽ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ്സ്, എൻവയോൺമെന്റിലെയും ഇക്കോളജിയിലെയും ജോഗ്രഫിയിലൊക്കെ കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കുന്നു. ആ സിസ്റ്റംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ആ സിസ്റ്റംസിനുണ്ടാകുന്ന പ്രശ്നം, പൊല്യൂഷൻ പോലെ എങ്ങനെയാണ് പൊല്യൂഷൻ നമ്മളെ ബാധിക്കുന്നത്, ഓരോ ജീവജാലത്തെയും ജീവനില്ലാത്ത വസ്തുക്കളെയും മണ്ണൊക്കെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ഇതിനൊക്കെയുള്ള റിസൾട്ട് എന്താണ്, ഇതിനൊക്കെ ഒരു പ്രതിവിധി, അത് സോളാർ എനർജി, അത് ഈ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, പൊല്യൂഷൻ ഏറ്റവും കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന എനർജി സോഴ്സ് ഏതാണ്, എന്താണ്, എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ആ ഒരു സെക്ഷനും കഴിഞ്ഞു. സോ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി കൂടെ കവർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജനറൽ സ്റ്റഡീസിലെ 4th പാർട്ട് കഴിഞ്ഞു. പാർട്ട് 1 എൻറ്റയർലി കഴിഞ്ഞു. ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസും കവർ ചെയ്യുന്നതോടുകൂടി പാർട്ട് 1 കംപ്ലീറ്റ്ലി കഴിഞ്ഞു. പാർട്ട് 2 നിങ്ങൾക്ക് അറിയാം ഒരു എസ്സേ റൈറ്റിംഗ് ആണ്. അപ്പോൾ എസ്സേ റൈറ്റിങ്ങിന് നിങ്ങൾക്ക് കൃത്യമായ ടോപ്പിക്സ് അവർ തരും. ആ ടോപ്പിക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഫോം ചെയ്യണം. ആ ആർഗ്യുമെന്റിന് കൃത്യമായിട്ടുള്ള പെർസ്പെക്റ്റീവ് കൊടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ ഒരു എസ്സേ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സാമ്പിൾസും ഇതിനൊപ്പം ചേർത്ത് വെക്കാൻ നോക്കുക. നിങ്ങൾ എഴുതുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസും ചേർത്തിട്ട് വേണം ഈ ഒരു 350-400 വേർഡ്സ് എസ്സേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഈ എസ്സേ മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കറന്റ് അഫയേഴ്സുമായിട്ട്, കാരണം എപ്പോഴും ഒരു റെലവന്റ് ടോപ്പിക്കാണ് എസ്സേക്ക് അവർ ടോപ്പിക്കായിട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ കറന്റ് അഫയേഴ്സ് ഒക്കെ ആയിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എസ്സേ റൈറ്റിംഗ് നല്ല മാർക്ക് നേടാൻ സാധിക്കും. IIT മദ്രാസ് നടത്തുന്ന ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ 2022 അഥവാ HSEE 2022ൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അല്ലെ എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിനെ പറ്റി വളരെ ബ്രീഫായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് പറയാവുന്നതാണ്, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ HSEE 2022ൽ വരാൻ സാധ്യതയുള്ള പാർട്ട് 1, പാർട്ട് 2 രണ്ടിലും കവർ ചെയ്യേണ്ട ഏരിയാസ് എല്ലാം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എവിടുന്ന് എന്തൊക്കെ ചോദിക്കും, നിങ്ങൾ ഓൾറെഡി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത്. ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം തന്നെ കൃത്യമായി പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളത് എക്സാം ഹാളിൽ പോയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പഠിച്ചത് അതുപോലെ നിങ്ങൾക്ക് എക്സാം ഷീറ്റിലേക്ക് പകർത്താൻ പറ്റണം. അപ്പോഴേ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആവുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ആ ഒരു എക്സാമിൽ നല്ലൊരു സ്കോർ നേടുകയും നിങ്ങളുടെ ഇഷ്ട യൂണിവേഴ്സിറ്റി, ഇവിടെ ഇഷ്ട കോളേജ് ആയിട്ടുള്ള IIT മദ്രാസിലേക്ക് ഒരു സീറ്റ് ഉറപ്പാക്കാൻ സാധിക്കുകയുമുള്ളൂ. ഇങ്ങനെ കൃത്യമായ പ്രിപ്പറേഷനും അത് എക്സാം ഹാളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന, എക്സാം ഹാളിൽ എത്തിച്ച് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ അസിസ്റ്റൻസും ചെയ്തു തരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. HSEE 2022 വേണ്ടി അവർ ക്ലാസ്സുകളിലൂടെയും മോക്ക് ടെസ്റ്റുകളിലൂടെയും വാല്യുവേറ്റഡ് നോട്ട്സിലൂടെയും എല്ലാം തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. ഈ എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പും നിങ്ങൾക്ക് Prepwise പ്രൊവൈഡ് ചെയ്യും. നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സോ ഏതും ആയിക്കോട്ടെ, IITയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ Prepwiseൽ രജിസ്റ്റർ ചെയ്യുക. Prepwiseന്റെ എല്ലാ ക്ലാസ്സുകളും അവരുടെ ആപ്പ് ത്രൂ ആണ്. ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇനി Prepwiseനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ സിലബസ് എല്ലാം എങ്ങനെ കൃത്യമായി പഠിക്കാം, ഇത് പഠിച്ചു കഴിയുമ്പോൾ എക്സാമിന് വരുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം പല വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കാണാനായിട്ട് Prepwise സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. Prepwise HSEE സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. അതുവരേക്കും പീസ് ഔട്ട്.